ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡാസ് ലൈഫ് സ്വീറ്റി. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാനും ഫാസിക്കും കൂടെ ഒരു കപ്പിൾ ഡേറ്റിങ്ങിന് പോവുകയാണ് കേട്ടോ. അതും എപ്പം നമ്മളെ ഡെലിവറീൻ്റെ ഫ്യൂ ഡേയ്സ് മുന്നേ കേട്ടോ. അപ്പോൾ ഏത് സമയത്തും ഡെലിവറി നടക്കാമെന്നുള്ള ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു ഔട്ടിങ് പോണത് കേട്ടോ. ഞാൻ എൻ്റെ പ്രഗ്നൻസിയിലെ 7 മന്ത് വരെയും എനിക്ക് ഭയങ്കര എന്താ പറയുക സിക്നെസ്സും അതേപോലെ വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഡോക്ടർ റെസ്റ്റ് പറയാൻ ചെയ്തിട്ടോ. അപ്പം എവിടെയും പോകാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വാസക്കനോട് പറഞ്ഞു 9 മന്ത് ആയപ്പോഴേ ഞാൻ പറയുന്നുണ്ട് നമുക്കൊന്നൊരു ഔട്ടിങ് ഒരു ഡേ പോകണം, നമ്മൾ മാത്രം. ഭയങ്കര രസമാണ്, ഭയങ്കര എന്താ പറയുക മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൂമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് മക്കളൊന്നും ഇല്ലാതെ മോനൊന്നും ഇല്ലാതെ നമുക്കൊന്ന് പുറത്ത് പോകണമെന്ന് ഞാനിങ്ങനെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ളത് ഗോദീശ്വരം ബീച്ചിലാട്ടോ. അപ്പം നമ്മൾ ടൗണാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്, കാലിക്കറ്റ് ടൗൺ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഇവിടെ ഗോദീശ്വരം ബീച്ചിലൊന്ന് കയറിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു ക്ലൈമറ്റ്, എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാറ്റൽ മഴയും പിന്നെ എന്താ പറയുക നമ്മൾ ബൈക്ക് റൈഡും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഗോദീശ്വരം ബീച്ച് എന്ന് പറയുന്നത് ഒരു ഫോട്ടോഷൂട്ടിനായിട്ടുള്ളൊരു ബീച്ചാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ ഏതായാലും 9 മന്താണ്, ഇനിയിപ്പം ഡെലിവറിക്ക് കുറച്ച് ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ്. അപ്പം നമ്മൾ എന്തായാലും ടൗണിലെത്തുമ്പോഴത്തേനും എന്തായാലും നൈറ്റ് ആവും. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇങ്ങനെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളിത് കാണുമ്പം നമുക്ക് ഭയങ്കര ഹാപ്പി ആവുമല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു ഔട്ടിങ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറീൻ്റെ കുറച്ച് ദിവസം മുന്നെയാണ് ഈ ഒരു ഔട്ടിങ് പോകുന്നത്. അപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും, നമ്മുടെ ബേബീനായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ആഫ്റ്റർ ഡെലിവറിയിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഇതേപോലെ എന്താ പറയുക പുറത്ത് പോകാനോ അടിച്ചു പൊളിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഇതിപ്പോൾ ഞാൻ ഡെലിവറീൻ്റെ കുറച്ച് ദിവസം മുന്നേ ആണ് ഇങ്ങനെ പോകുന്നത്. അപ്പം എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജായിട്ട് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വീട്ടിൽ തന്നെ സെയിം റൊട്ടീൻ. ഇപ്പം മെയിനായിട്ട് വർക്കിനൊന്നും പോവാത്ത ആളുകളാണെങ്കിൽ ഒരേ റൊട്ടീനിൽ ഇങ്ങനെ വീട്, നമ്മളെ കുട്ടികൾ, പാചകം, അങ്ങനെ വീട്ടുപണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ, പിന്നെ ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ ഫോൺ നോക്കും, അങ്ങനെ നമ്മളിങ്ങനെ ബിസി ലൈഫായിട്ട് പോവുകയാണല്ലോ. അപ്പം അതിന്ന് നമുക്കൊന്ന് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് റിക്കവർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. നിങ്ങളെ പാർട്ട്ണറുടെ ഇഷ്ടം എന്താണോ എന്ന് നോക്കിയിട്ട് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. കാരണം ഇതൊക്കെ ആർക്കും സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഒരുപാട് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒത്തിരി എന്താ പറയുക ഒരുപാട് എനിക്ക് സന്തോഷമായിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. നമ്മൾ ഗോദീശ്വരത്തു നിന്ന് ഇപ്പോൾ പോകുന്നു. ഇപ്പം നമ്മൾ മുഖദാര ബീച്ചിൻ്റെ അവിടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ ടൗണിൽ എത്തുമ്പോഴത്തേനും എന്തായാലും നൈറ്റ് ആവുന്നുള്ളത്, കാരണം നമ്മൾ ഓൾറെഡി ഈവനിങ് ആണ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മളിവിടെ ബീച്ചിലെത്തി. പിന്നെ നമ്മൾ കാലിക്കറ്റ് സൗത്ത് ബീച്ചിലെത്തി. അവിടെ പിന്നെ നല്ല അടിപൊളിയാണല്ലോ. പിന്നെ നമ്മൾ കാലിക്കറ്റ് മെയിൻ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഉപ്പിലിട്ടത് അതൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. ഉപ്പിലിട്ടതും പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പീസസൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മത്സരതി നമ്മൾ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കഴിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് കഴിക്കാനും ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഓൾറെഡി നമുക്ക് ഇങ്ങനത്തെ സാധനത്തിനോടൊക്കെ ഒരു പ്രത്യേക തരം ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിത് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു. അപ്പം പൈനാപ്പിൾ, പിന്നെ എന്തപ്പഴം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ മൂവ് ആയിട്ടോ. അപ്പം നമ്മൾ അല്ലൂസൊന്നും ഇല്ലാതെ നമ്മൾ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം നമുക്ക് ഭയങ്കര എന്തോ ഒരു സംഭവം നമ്മളെ അടുത്ത് ഇല്ലാത്ത പോലുള്ളൊരു ഭയങ്കര ഒരു മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ തന്നെ നമുക്ക് കുറേ ടൈം, നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനും, മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ കുറേ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും അവരെ കളിപ്പിക്കാനും അങ്ങനെ അവരുടെ
സ്റ്റോറിയുടെ കാര്യത്തിൽ നമ്മൾ കുറേ എൻഗേജ്ഡ് ആവും. പക്ഷേ ഇതിപ്പം വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മൂവായിട്ട് നമ്മൾ നേരെ വരുന്നത് മോമോസ് കഴിക്കാനാണ് കേട്ടോ. അപ്പം ഞാനിതുവരെ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോം മെയ്ഡായിട്ട് ഒരു പ്രാവശ്യം എങ്ങാനും കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വാസൊക്കെ പറഞ്ഞു ഈ ഒരു ഷോപ്പിൽ, നമ്മൾ കാലിക്കറ്റ് പുതിയ സ്റ്റാൻഡുള്ളൊരു ഷോപ്പാണ്, അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള മോമോസ് ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ 2 വെറൈറ്റി ആയിട്ടുള്ള മോമോസ് പറഞ്ഞു. കഴിച്ച് നോക്കട്ടെ. എടോ ഒറ്റ വായക്ക് അതൊന്ന് ഫുള്ളും കഴിക്കണോ? എന്തൊക്കെയോ സോസൊക്കെ വെച്ചത് കൊണ്ടുവരായിരിക്കും. ഒന്നിൽ മാത്രം സോസ് ഉണ്ടാവുള്ളൂ. ഇത് കൈമലാക്കാണ്ട കഴിക്കാം. ചൂടുണ്ടല്ലേ നല്ല. സോസിന്റെ ആവശ്യമില്ല, ഇതിന് സോസ് വേണ്ടല്ലേ? സോസ് വയ്ക്കണ്ട. അങ്ങനെ നല്ല സൂപ്പറായിട്ടുള്ള മോമോസ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ നാവിൽ വെള്ളം ഉറുന്നുണ്ട്, അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ മോമോ ബാങ് എന്ന് പറഞ്ഞ ആ ഒരു പുതിയ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മൂവായിട്ട് നേരെ പോകുന്നത്, ഞാൻ കുറേ കാലമായിട്ട് പോകണം എന്ന് വിചാരിച്ച ഒരു ലൊക്കേഷനിലാണ്, കാലിക്കറ്റുള്ള പിങ്ക് കഫേ. കാലിക്കറ്റ് നിയർ ബീച്ച് സൈഡിൽ വരുന്നതാണ് കേട്ടോ ഈ പിങ്ക് കഫേ. ഞാൻ കുറേ ആയിട്ട് ഇവിടേക്ക് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ലാവസ്റ്റ എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ അവർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇവിടുന്ന് ഞാൻ അതേപോലെ കുറേ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് അവർ പല സംഭവങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഇവിടുന്ന് ഫലൂദ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റോസ് ഫ്ലേവറിലൊക്കെ വരുന്ന ഫലൂദയായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ കുറേ കഴിക്കാനുണ്ട് കേട്ടോ. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ കുറേ സമയം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ നമ്മളെ പാട്ടുകാരൻ അനാൻ, പിന്നെ പല നമ്മളെ ഇൻഫ്ലുവൻസർ ഇല്ലേ ഇർഫാൻ ഇബ്രാഹിം, പാത്തു, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഇവിടുന്ന് നമ്മളിങ്ങനെ കഴിച്ചു, ഫലൂദൊക്കെ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ ഫലൂദ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഇവിടെ പിന്നെ കുറേ കേക്ക് പീസും മഫിൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നല്ല റിച്ചായിരുന്നു, ഭയങ്കര കോസ്റ്റ്ലി ആണ്. 175 ഓരോ കേക്ക് പീസിനൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി. പിന്നെ ഇതാ അവിടുന്ന് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ മെല്ലെ അവിടുന്ന് മൂവ് ആവാട്ടോ ചെയ്തത്. പിന്നെ ഇതാണ് അവിടെ പുറത്തുള്ളത് കേട്ടോ. പുറത്തൊരു സൈക്കിളൊക്കെ വെച്ച് നല്ലൊരു ഫോട്ടോന് പറ്റിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പുറത്തൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് പുതിയ സ്റ്റാൻഡിലുള്ള ഒരു ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു മാളാട്ടോ. ന്യൂ ആയിട്ട് സ്റ്റാർട്ടായിട്ടുള്ളതാണ് ബ്ലൂ ഡയമണ്ട് മാൾ. അതിൽ ഓൾറെഡി ഇപ്പം നെസ്റ്റോ മാത്രം ഓപ്പൺ ആയിട്ടുള്ളൂ, ബാക്കിയുള്ള ഒന്നും തന്നെ ഒരു ഷോപ്പും കാര്യങ്ങളും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ നെസ്റ്റോയിൽ വന്ന് നമ്മൾ അല്ലുവിൻ്റെ സ്റ്റഡി ടേബിൾ നോക്കുക എന്നുള്ളതിലാണ് നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാ സംഭവത്തിനും ഓഫർ ഉണ്ട് കേട്ടോ. 97, 95 എനിക്കറിയില്ല.
അങ്ങനെ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫാസിക്ക് എനിക്കിത് തന്നത് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ശരിക്കും ഷോക്കായിപ്പോയി, നല്ല സന്തോഷമായി. അവിടെ നിന്ന് അല്ലുവിൻ്റെ സ്റ്റഡി ടേബിൾ കിട്ടാതായപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് വന്നത് ഗോകുലം മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കി, നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ ഓൺലൈനിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നമ്മൾ യൂട്യൂബേഴ്സായിട്ടുള്ള മനീഷ് വിഷ്ണുവിനെയൊക്കെ ആ ഒരു ചാനലിലുള്ള അവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോട് സംസാരിച്ച് ഭയങ്കര ഹാപ്പിയായി. അപ്പം നമ്മൾ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും സൂപ്പർബായിട്ടുള്ള വീഡിയോസായിട്ട് വരും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.